ഇവിടെ തന്നെ ഇരിക്കുക. ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാ, ഞാൻ ഇജ്ജ് വരുന്നോ നോക്കിക്കേനു. വെയില് കൊണ്ട് സൈഡായി. ഇന്നും കിട്ടിയില്ലല്ലേ? ഇന്ന് എനിക്ക് കിട്ടേണ്ടതായിരുന്നു. അവസാനത്തെ 5 ഞാനും ഉണ്ടായിരുന്നു. ഇജ്ജ് നോക്കിക്കോ, നാളത്തെ ഇന്റർവ്യൂല് എന്തായാലും എനിക്ക് കിട്ടും. കിട്ടിയാ മതി. കിട്ടിക്കഴിഞ്ഞാല് ഫസ്റ്റ് സാലറി തന്നെ എന്റെ ചികിത്സക്കാണ്. ഇങ്ങനെ ഒരു അനിയത്തി ഉള്ളതില്ല എനിക്ക് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്നു. അതൊക്കെ വിട്, വാ ഞാൻ കളിക്കാൻ പോയി കേട്ടോ. ഇന്ന് ഫൈനലാ, ജയിച്ചിട്ടേ വരുള്ളൂ ഞാൻ. എന്നാ ഞാൻ ഇറങ്ങിട്ടോ. പെട്ടെന്ന് വരും. എനിക്കിന്ന് സ്പെഷ്യൽ മസാല ദോശ ഉണ്ട്. ജയിച്ചാ ബിരിയാണി. ജയിക്കാൻ വേണ്ടി ഇതായിരുന്നോ? സെറ്റ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഭിന്നശേഷിക്കാരായ ആളുകളെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ നോക്കാൻ പോലും ഒരാളുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, നോക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മൾ ജനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അവർക്ക് അതിന് വേണ്ട ഫെസിലിറ്റി ഉള്ള ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ്, രോഗമുള്ള ആളുകൾക്ക് ചികിത്സ, ഇതൊക്കെ ജനം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾ ഈ താഴെ കാണുന്ന സ്കാനറിൽ ഒരു 100 രൂപയെങ്കിലും നിങ്ങൾ അയച്ചിട്ട് ഇതിലേക്കൊരു ഭാഗമാവുക. ഇനി ചിലപ്പോൾ നിങ്ങളും ഇല്ലായ്മയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 100 രൂപ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു വീട് കിട്ടാനുള്ള സാധ്യത കൂടെ ഉണ്ട്. കാരണം ഈ 100 രൂപ കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഒരു ഫാമിലിക്ക് ഇവരൊരു വീട് കൊടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന ആളുകൾ സഹായിക്കുക.